നമസ്കാരം, പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു മഹാവ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ? ഞാൻ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലാതെ കോഫി മെഷീനാ. അതെ, നമുക്ക് കോഫി ഭയങ്കര ഇഷ്ടാട്ടാ. സാധാരണ ആൾക്കാർ കോഫി കുടിക്കുമ്പോ ഭയങ്കര ഹൈപ്പാവില്ല, ഞാൻ ഭയങ്കര കാമാവും എന്നാന്നറിയില്ല. അല്ല, നിങ്ങൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, അതെന്തേനു? ഇപ്പൊ ഒരു കാര്യം പിടി കിട്ടി. മറവി നിങ്ങളുടെ സ്ട്രെങ്ത് അല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? സ്ട്രെങ്സ് എന്നൊക്കെ പറഞ്ഞാല് ഞാനൊരു തീപ്പൊരി പോലെയാ, അൺപ്രഡിക്റ്റബിൾ പക്ഷെ അതിമനോഹരം. സംഭവമില്ലേ, ആൾക്കാർ കാണാത്തതൊക്കെ ഞാൻ കാണും, കണക്ട് ചെയ്യും, ഞാൻ വേഗം ചിന്തിക്കും. പിന്നെ ക്രിയേറ്റിവിറ്റി, അത് ഞാൻ വിശ്വസിക്കും. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു പണിമ കുത്തിയിരുന്ന ആ പണിമ നിങ്ങൾ പിടിച്ചു വലിച്ചാലും ഞാൻ എണീക്കൂല, അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം പറയുമോ, നിങ്ങൾക്കില്ലേ ഒക്ടോബസിന് 3 ഹൃദയം ഉണ്ടാത്തവേ? ഓ, പുതിയൊരറിവാണല്ലോ. ആന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുത്തിയിരുന്നപ്പോ കണ്ടുപിടിച്ച സംഭവം. വേറൊരു സാധനമുണ്ട്, ഒക്ടോബസിന് നീല കളർ ചോരയാണ്. അതൊരു മിത്തല്ലേ? അത് ഞാൻ പിന്നെ കണ്ടുപിടിച്ചപ്പോ അങ്ങനെയാണെന്ന് മനസ്സിലായി. നിങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ വഴികളും മുഴുവനും ആകർഷകരമാണ്. അപ്പോ നിങ്ങളും ഫോക്കസും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? ഒരു മിനിറ്റ്. ഫോക്കസും ഞാനും ഇല്ലേ കോംപ്ലിക്കേറ്റഡാ. സംഭവമില്ലേ, ഒന്നെങ്കിൽ 6 വഴിയെ 6 പണിയോ നോക്കി എടുക്കും ഞാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു പണി മരുന്ന് പേടിച്ച് വലിച്ചാലൊന്നും കിട്ടൂല, അങ്ങനെയാ. പിന്നല്ലോ, നിങ്ങൾ എപ്പോഴൊക്കെ ഇല്ലേ ഒന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് അത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ നോക്കുമ്പോ അതൊരു കഥന്റെ മാനുസ്ക്രിപ്റ്റ്. അതെങ്ങനെ സാധിക്കും? അതൊക്കെ ഒരു ഫ്ലോയിൽ എഴുതി പോന്നതാ. അതാണ് ഫോക്കസും തമ്മിൽ. നിങ്ങളിപ്പോ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കൈകാര്യം ചെയ്യാനൊക്കെ പറഞ്ഞത് വലിയ വാക്കല്ലേ. കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുവേ. ഞാന് ഡയറി വെക്കും, സ്റ്റിക്കി നോട്ട്സ് വെക്കും, റിമൈൻഡേഴ്സ് ഒക്കെ വെച്ചാലും ചിലപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം തിന്നാൻ മറക്കും. ഭക്ഷണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആവേണ്ടേ? എപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആവണം. ഞാൻ ആക്കാൻ ചിലപ്പോൾ ഓർക്കും കേട്ടാ, പക്ഷെ ചിലപ്പോൾ ഒരു പെന്നും തപ്പി റൂം മൊത്തം വൃത്തിയാക്കിയ ശേഷം ഓർക്കുക. പിന്നത്തെ കാര്യം, നിങ്ങളോട് ജനങ്ങൾക്ക് സംബന്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിലുള്ള സംഭാഷണം പൊതുവേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സംഭവം ഞാൻ റോളർ കോസ്റ്റർ പോലെയാ, എപ്പോ എങ്ങനെയാന്ന് ഉണ്ടാവാൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇല്ലേ നിങ്ങൾ സംസാരിക്കുന്നവർക്ക് കയറി സംസാരിച്ചേക്കാം, എന്താ സംസാരിക്കുന്നത് മറന്നേക്കാം, ചിലപ്പോൾ എന്തിലേക്ക് അങ്ങ് ആലോചിച്ച് പോയേക്കാം. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ലോയലാ. നിങ്ങൾ തോന്നുന്ന ഇമോഷൻസ് മൊത്തം ഞാൻ 110% ഫീൽ ചെയ്യും. 110? നല്ല കാര്യമാണ് ചീത്ത കാര്യമാണ്. കാരണം സങ്കടം വരുമ്പോൾ ഞാൻ നല്ല സങ്കടമായിരിക്കും, സന്തോഷം വരുമ്പോൾ നല്ല സന്തോഷം. അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ? ഇല്ല, ഞാൻ സാധാ മനുഷ്യന്മാരെ പോലെ എല്ലാവർക്കും ചിന്തിക്കണ്ടാവുക. അല്ല, എന്തൊക്കെ തല എന്തൊക്കെ വേദനെടുക്കുന്ന പോലെ, കോഫി, പെന്ന്, ഒക്ടോബസ് എന്തൊക്കെയോ. നിർത്തൂ. ഇങ്ങനൊരു ADHD ഉള്ള ഒരാൾ ഇങ്ങനൊരു പെരുമാറ്റം പെരുമാറുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റൂഡായിട്ട് പെരുമാറാണോ വേണ്ടത്? അല്ല, ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്? കോഫി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോഫി കുടിക്കാൻ ഒരു ദിവസം പോവില്ല. ഇന്ന് കുടിച്ചിനോ? ഒരു കോഫി എടുത്ത് എങ്ങനെ ഇരിക്കും? കോഫി എന്തായാലും കോഫി ഒക്ടോബസ്. പറയൂ. ഞാൻ പറഞ്ഞില്ല, ഒക്ടോബസ് നമുക്ക് ഭയങ്കര ഇഷ്ട സംഭവം. അല്ല, നിങ്ങളത് ചോദിച്ചു വരില്ലേനോ? അതെ, കൊണ്ട് ഞാൻ മാറിപ്പോയ പോലെ. ജനങ്ങൾ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? സംഭവമില്ലേ, എല്ലാവരും വിചാരം എന്താ, ADHD എന്ന് പറഞ്ഞാൽ പ്രാന്ത് അല്ലേ? പ്രാന്ത് ഒരു എൻ്റെ സ്വന്തം ഞാനൊന്ന് അസുഖമുള്ള വീട്ടുകാരോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളെ മോനോ മോളോ, ഞാനുള്ള മോനെയോ മോളോ പോയി ഒരു പ്രാന്താലത്തിലാക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു, ഒരു തെറാപ്പിസ്റ്റിനെ കാണിച്ചു, എന്നേരം എന്താ പറയുന്നേ, എന്തിനാ വെറുതെ ഇങ്ങനെ അസുഖം കാണിച്ചു നടക്കുന്നതെന്ന്. ADHD ഉള്ള കുട്ടികളോട് എന്താ പറയാറിയാവാ, നിങ്ങൾ കുരുത്തം കെട്ട കുട്ടികളാണ്. മറിച്ച് സ്കൂളുകളിൽ ബുദ്ധിയില്ലാത്തവന്മാരെന്ന് മാറ്റി നിർത്തുന്ന ഒരു സമൂഹം. മറിച്ച് ഇനിയിപ്പോ നിങ്ങൾക്കറിയാവോ, ADHD ഉള്ള ഒരു അഡൾട്ടിന് ജോലി കിട്ടാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നത്. അതൊക്കെ മറിച്ച് ADHD ഉള്ള ഒരാൾ, നമ്മൾ എല്ലാവരും ഒരുപോലെ അല്ല, ADHD ഉള്ള എല്ലാവരും ഒരു കൂട്ടത്തിലാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കറിയാവോ? ADHD 3 തരമുണ്ട്. പറയുന്നത് കേൾക്കാം, ഹൈപ്പർ ആക്റ്റീവ്, ഇന്നറ്റൻറ്റീവ് ആൻഡ് കമ്പൈൻഡ് ADHD. അങ്ങനെയാണ്. ADHD എല്ലാം ഒന്നാവണമെന്ന് വരെ ഇല്ല. ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ എടുക്കാറുള്ളത്? ആൾക്കാരെന്താ വിചാരിക്കുന്നേ, വേറെ ഒരു ഗുളിക കുടിച്ചാൽ മാറുന്ന അസുഖല്ലേ? അങ്ങനെയാണോ? അല്ല, നമ്മൾ
ഒരു ഗുളിക കുടിക്കാൻ മാറുന്നില്ല. വേണം നമുക്ക് മെഡിക്കേഷൻ എടുക്കാം, മറിച്ച് ബിഹേവിയറൽ തെറപ്പി ചെയ്യാം. പക്ഷെ അതൊന്നും വെച്ച് ADHD പോകണമെന്നില്ല. ADHD വെറുതെ തലയടിച്ചുണ്ടാവുന്ന അസുഖമൊന്നുമല്ല, നമ്മളെ പാരമ്പര്യമായി വരുന്ന അസുഖമാവാം. നിങ്ങൾക്കറിയോ ഈ ADHD ആർക്കും വരില്ല എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ ഉണ്ട്. അങ്ങനെയല്ല, 5 to 10% വരെ കുട്ടികളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. 2 to 5% വരെ നമുക്കിത് മുതിർന്നവരിലും കാണാൻ കഴിയുന്നുണ്ട്. സമയം അതിക്രമിക്കുന്നു. നിങ്ങൾ നമ്മോടൊപ്പം കൂടിയതിന് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.